മുംബൈയിൽ കോമൺ ആയിട്ട് വിളിക്കുന്നത് നമ്മൾ മുംബൈയിൽ വിളിക്കുന്നില്ല. ചേരി വീഡിയൊന്നുമില്ല. നമ്മൾ സിറ്റികളല്ല പോകുന്നത്. സിറ്റി ഞാൻ കയറിയില്ല. സിഗ്നൽ ഉണ്ടോ അവിടെ? ഇന്ന് സൺഡേ പക്ഷേ ഇന്ന് ഓഫീസൊന്നും ഇല്ല. പക്ഷേ ആൾക്കാരെല്ലാം ആഫ്റ്റർനൂണൊക്കെ ശരിക്കും. കാരണം 2 പേർക്ക് ലീവ് ഉള്ള സമയമല്ലേ, 2 ദിവസം ലീവ് ഉള്ളവർക്ക് സാറ്റർഡേ സൺഡേ അല്ലേ, കാരണം അവരെല്ലാവരും എങ്ങോട്ടേലും പോകും. ധീരുഭായ് അംബാണി അതിനകത്തായിരുന്നു എൻ്റെ കൂട്ടുകാരൻ ക്ലാസ്മേറ്റ്. റിലയൻസിലെ എഞ്ചിനീയർ ആയിരുന്നു. അവൻ ഡിവിഷൻ എഞ്ചിനീയർ വരെയായി. അതെ അതെ. അല്ല, മുംബൈയിൽ അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത്രയ്ക്ക് പോപ്പുലേറ്റഡ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് അവരൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 1 മിനിറ്റ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ പവർ സപ്ലൈ ആ ട്രാൻസ്മിഷൻ ലൈനൊക്കെ കണ്ടോ, എത്ര മോസ്റ്റ് മോഡേൺ തിങ്സ് ആയിട്ട്. ഇന്ന് ഏതാണ്ട് ഇലക്ഷൻ ഉണ്ട് ശിവസേനയുടെ. ഇന്നലെ ഇവിടെ ഇന്നലെ ഏതാണ്ട് ഒരു 2-3 പേര് കെട്ടിടത്തിന് മുകളിൽ ചാടിയല്ലോ, ഇവിടുത്തെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ. അതെ അതെ. അല്ലാതെ അജിറ്റേഷൻ നടക്കുന്നതുകൊണ്ട് ഓൾറെഡി നിയമസഭ നടക്കുകയാണല്ലോ. അവരൊക്കെ മൊത്തം നിയമസഭ മന്ദിരത്തിന് ചുറ്റും വലയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മജോറിറ്റി കിട്ടുന്നില്ലേ. ശിവസേനയ്ക്കും ഇല്ല, BJPക്കും ഇല്ല മജോറിറ്റി. അത് കാരണം ഈ ഇതാ പെലിക്കൻസ്. പിന്നെ മക്കളെ ഈ അപ്പോളിലൊക്കെ ഒരുപാട് മലയാളി നഴ്സുമാരും ടെക്നീഷ്യൻസും ഡോക്ടേഴ്സും. ഇവിടെ നല്ല വിലക്കാരാ. ഇതൊക്കെ വീഡിയോ വരട്ടെ. ഞാൻ ഒരു മലയാളികൾ നടത്തിയ ഒരു ഡിബേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കണ്ടായിരുന്നോ അത്? ഇല്ലല്ലേ? ഇല്ല, ഗ്രൂപ്പിൽ ഞാൻ ഇട്ടില്ല. അത് എന്നാന്ന് വെച്ചാൽ ഗ്രൂപ്പിലെ ആൾക്കാരുടെ പൊളിറ്റിക്കൽ വാല്യൂസൊക്കെ വളരെ വേറെ ഡിഫറെൻറ്റ് ലെവലാണ്. എല്ലാം ഷെയ്ഖുമാരുടെ ലെവലാണ്. ഞങ്ങൾക്കൊരു സംഗീത സാറിന് ക്ലാസ് ഉണ്ടായിരുന്നു. പുള്ളിയെ ബോണ്ട ജോണി എന്നാണ് വിളിക്കുന്നത്. പുള്ളി ആളൊരു 6-5 അടി പൊക്കെ ഉള്ളു. സംഗീത സാറ് എല്ലാവരും പുള്ളിയുടെ ക്ലാസ് പുള്ളിയെ ബോണ്ട ബോണ്ട ബോണ്ട. അതെ അതെ. ഇത് നമ്മുടെ നാട്ടിലെ ഇതുപോലെ പുഞ്ചപ്പാടം പോലെ. സൈഡെല്ലാം അടച്ചു വെച്ചിരിക്കില്ല. ഇപ്പൊ പിന്നെ സൈഡൊക്കെ കാണാം. മറ്റേ ഒന്നും കാണത്തില്ല സൈഡ്. ആ പാലം കാണാം. നമ്മൾ ഏകദേശം ഒന്നും കണ്ടില്ല. ഒന്നും കണ്ടിട്ടുണ്ട്. നേരെ പിടിക്കാം. ഗോപുരം ആണെന്ന് വിചാരിച്ചാണ്. ബേബി പിടിച്ചോ, ബേബി. ഇങ്ങനെ
സ്നേഹമുണ്ടല്ലോ. അതെ. ലക്ഷ്മി കൈ അടിക്കുമ്പോ ഈ നന്നാക്കണേ. അല്ല, മറ്റേ കൈ. കൊച്ചിനെ പിടിച്ചേക്കും. സമ്മതിച്ചടി. ഒരു കിടക്കുന്നുണ്ട്, അങ്ങോട്ടും കിടക്കുക. Baby, is it okay? ചരിച്ചൊക്കെ പിടിച്ചാൽ മതിയാ. Baby, is it okay? എന്തുവാ ഈ മേളിൽ കാണുന്നതൊക്കെ? അതിന് ബേബിമാര് ഇങ്ങനെ കാഴ്ച കാണുന്ന ബേബി കണ്ടിട്ടില്ല. സാറിന് എങ്ങനെ എല്ലാരും? സാധാരണ വണ്ടി കയറിയോണ്ട് ഉറങ്ങുമല്ലാരും. ആ, ഇത് ഉറക്കത്തൊന്നുമില്ല. ഇത് ക്ഷീണം വരണം കേറി. മോള് ഓർക്ക് രണ്ടു ദിവസം ഈ ഭാഷ ഇങ്ങനെ വന്ന് അട്ടി അതിനാകെ വന്ന് ഇതിനെ വൈകിട്ടല്ലേ? കൈ അടിക്കുന്നുണ്ട്. ഞാൻ തരുമ്പോളെ ഞാൻ ഈ സൈഡിൽ പക്ഷേ ആ സൈഡ് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ പിടിച്ചാൽ എവിടെയെങ്കിലും കുത്തി വെക്കത്താല് ടച്ച് ചെയ്ത് നോക്കി. ഇവിടെ ടച്ച് ചെയ്ത് പിടിക്കുക ഇങ്ങനെ ഇവിടെ. ആ, താന്നു പോവല്ലേ? ഓക്കെ, ഇവിടെ ടച്ച് ചെയ്ത് പിടിക്കുക. ഇതൊക്കെ ഞാനങ്ങ് ബിസി ആയിരുന്നേ. അത് കാരണം ഇവർക്ക് അങ്ങനെ അത്ര ഒരു എക്സ്പോഷർ. അതിനാണ് ഈ ഇത്തിരി നീളമുള്ള പാലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പാലം ആ ക്വസ്റ്റ്യൻ വരുന്നില്ലല്ലോ. പോലീസ് നമ്മളെ അറ്റൻഷൻ ഏതാ മോളെ? എല്ലാവരുടെയും ഓരോ ചെറിയ ബൈറ്റ്. ഒരു ചർച്ചയാണ് അല്ലെങ്കിൽ ഡിബേറ്റാണ്. ഓരോ പാനലിസ്റ്റുകളും, നമുക്ക് 2 പാനലിസ്റ്റുകളുണ്ട്, റിപ്പബ്ലിക്കൻ സൈഡും ഡെമോക്രാറ്റ് സൈഡും. ഓരോ പാനലിസ്റ്റുകളും അവരുടെ സ്ഥാനാർത്ഥികളുടെ വക്താക്കളാണ്. അവർ മോഡറേറ്ററിൻ്റെയും പ്രേക്ഷകരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യും. അടുത്ത US പ്രസിഡന്റ് ആരായിരിക്കണം? അമേരിക്ക US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് 2024 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനിയും തിരഞ്ഞെടുപ്പ് തീയതിയിലേക്ക് 45 ദിവസം മാത്രമേ ഉള്ളൂ. ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ വോട്ടെടുപ്പ് ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ മഹത്തായ രാജ്യത്ത് 2025 മുതൽ 29 വരെ 4 വർഷക്കാലം നയിക്കാനുള്ള പ്രബുദ്ധനായ നേതാവ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കും. അത് നമ്മളെല്ലാവരും ഉത്സാഹത്തോടും ഉത്കണ്ഠയോടും കൂടി കാത്തിരിക്കുകയാണ്. ഇൻഫോംഡ് ഇലക്ടറേറ്റ്, അതായത് കാര്യജ്ഞാനമുള്ള സമ്മതിദായകർ, അവരാണ് ജനാധിപത്യത്തിന് ശക്തി. ഇന്ന് നമ്മൾ ഓരോ സ്ഥാനാർത്ഥിക്കും വേണ്ടി വോട്ട് ചെയ്യേണ്ടതിൻ്റെ കാരണങ്ങൾ ഈ പാനലിസ്റ്റ്, അവരുടെ വക്താക്കൾ, അവരുടെ വാദങ്ങളിൽ നിന്ന് കേൾക്കാനുള്ള അവസരമാണ് ഇത്. ഈ ഡിബേറ്റ് കേരള ഫോറം ന്യൂയോർക്ക് USA, ന്യൂയോർക്ക് ആൻഡ് ഹ്യൂസ്റ്റൺ ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മോഡറേറ്റർ ശ്രീ AC ജോർജ് ആയിരിക്കും. ശ്രീ AC ജോർജ് പറഞ്ഞ പോലെ ഈ ഡിബേറ്റ് നടത്തുന്നതിനായി ഈ സ്ഥലവും ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കി തന്നതിന് ശ്രീ ഡാൻ മാത്യുവിന് പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഒരുക്കങ്ങൾ നടത്തിയ ശ്രീ ഡാൻ മാത്യുവും ശ്രീ ടോം വിരുപ്പനുമാണ്. അവർക്ക് പ്രത്യേകം നന്ദി കേരള ഡിബേറ്റ് ഫോറത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നു. പ്രത്യേകിച്ച് ഇവിടെ ന്യൂസ് ചാനലുകൾ ഉണ്ട്, അവർക്കും പ്രത്യേകം സ്വാഗതം. മോഡറേറ്റർ ശ്രീ AC ജോർജ്
ഡിബേറ്റിൻ്റെ നടപടിക്രമങ്ങളും പ്രോട്ടോക്കോളും വിശദീകരിക്കുന്നതാണ്. മൈക്ക് കൈമാറുന്നതിന് മുമ്പ് കേരള ഡിബേറ്റ് ഫോറത്തിനെ കുറിച്ചും USA കുറിച്ചും മോഡറേറ്ററായ ശ്രീ AC ജോർജിനെ കുറിച്ചും ചുരുക്കം ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള ഡിബേറ്റ് ഫോറം USA ശ്രീ AC ജോർജും സംഘവും ചേർന്ന് 1986 ന്യൂയോർക്കിൽ ആണ് ആരംഭിച്ചത്. ഇപ്പോൾ അമേരിക്കയിലെ പല സ്ഥലത്തും, പ്രത്യേകിച്ച് ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, പെൻസിൽവേനിയ, ഇങ്ങനെ പല ന്യൂജേഴ്സി, അവിടെയെല്ലാം ഇത് പ്രവർത്തന USA കേരള ഡിബേറ്റ് ഫോറം USAക്ക് പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 38 വർഷമായി ഫോറം പ്രവർത്തിച്ചു വരുന്നു. US-ലെ, ഇന്ത്യയിലെ, കേരളത്തിലെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള പല ചർച്ചകളും ഈ ഫോറം ഇതുവരെ നടത്തിയിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പുകളെ പറ്റിയും ഇവിടെ ചർച്ച നടന്നിട്ടുണ്ട്. US തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ നമ്മുടെ മലയാളി സംഘടനകളുടെ തെരഞ്ഞെടുപ്പുകൾ, ഫൊക്കാന, ഫോമ, വേൾഡ് മലയാളി കൗൺസിൽ, അവിടെയെല്ലാം തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച് ഇവിടെ ചർച്ചയും വാഗ്വാദവും നടന്നിട്ടുണ്ട്. ഈ ഡിബേറ്റ് ഫോറം പ്രധാനമായും മലയാളി സമൂഹത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും US-ലും ഇന്ത്യയിലും മറ്റുള്ള സമൂഹങ്ങളിലും ഇതിലെ ചർച്ചകൾക്ക് വളരെ സ്വാധീനവും ആവേശവും ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ AC ജോർജിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ന്യൂയോർക്കിലെയും ഹ്യൂസ്റ്റണിലെയും ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ എല്ലാവർക്കും സുപരിചിതനാണ്, പ്രശസ്തനാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ, എഴുത്തുകാരൻ, ലേഖകൻ, കവി, സാമൂഹ്യ പ്രവർത്തകൻ, വാഗ്മി തുടങ്ങിയ നിലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതാനും വർഷങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ചെയ്ത ശേഷം 1975 US-ൽ കുടിയേറിയത് വന്നത്. 36 വർഷം ന്യൂയോർക്കിൽ താമസിച്ചതിന് ശേഷം 2011 ഹ്യൂസ്റ്റൺ, ടെക്സസിലേക്ക് താമസം മാറി. ശ്രീ AC ജോർജ് അമേരിക്കയിലെ വിവിധ സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളിൽ വിവിധ മേഖലകളിൽ നേതൃത്വ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് വെസ്റ്റ്ചെസ്റ്റർ മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ്, കേരള ദർശനം, ജനധ്വനി എന്നിവയുടെ ചീഫ് എഡിറ്റർ, ജനധ്വനി ആർട്സ് ക്ലബിൻ്റെ പ്രസിഡന്റ്, ഇന്ത്യൻ അമേരിക്കൻ പൊളിറ്റിക്കൽ ഫോറം ന്യൂയോർക്ക് വെസ്റ്റ്ചെസ്റ്റർ കൗണ്ടി അതിൻ്റെ പ്രസിഡന്റ്, വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സെക്രട്ടറി, ഇന്ത്യൻ കാത്തലിക് അസോസിയേഷൻ ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ്, കാത്തലിക് വോയിസ് എന്നതിൻ്റെ എഡിറ്റർ, അങ്ങനെ പല നേതൃത്വ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ നമുക്ക് 2 പാനലിസ്റ്റ് ഉണ്ട്, റിപ്പബ്ലിക്കൻസ് ആൻഡ് ഡെമോക്രാറ്റ്സ്. അവരെ സ്വയം പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് പാനൽ സ്വയം പരിചയപ്പെടുത്തും. ഗുഡ് മോർണിംഗ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ബോംബെയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. നമുക്ക് പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു പഠനം കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. പ്ലീസ് വെൽക്കം മിസ്റ്റർ മോഹൻ. എങ്ങനെയാണ് ബോംബെയിൽ എത്തിപ്പെട്ടത് ഒന്ന് പറഞ്ഞു തുടങ്ങാമോ? 1982 ജൂൺ. അന്ന് ഡിപ്ലോമ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ ബോംബെയിലുണ്ടായിരുന്നു. അവൻ നാട്ടിൽ വന്നു, എൽഡർ ബ്രദർ. അപ്പോൾ അവൻ തിരിച്ചു പോകുന്ന സമയത്ത് അവൻ്റെ കൂടെ ട്രെയിനിൽ കയറി പോന്നു. ഈ കോൺഫിഡൻസിൽ വന്നിരുന്നു വെച്ചാൽ ഇവിടെ എൻ്റെ അങ്കിളും ആൻറ്റിയും ഉണ്ട് ബോംബെയിൽ. അപ്പം അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ഹെൽപ്ഫുൾ ഫാമിലി ഉണ്ട് ബോംബെയിൽ. വന്നു, ആൻറ്റിയുടെ അടുത്ത് വന്നു, അങ്കിളിൻ്റെ അടുത്ത് പോയി. സെയിം ഇയർ ഡിസംബറിൽ എനിക്ക് BSTയിൽ ജോലി കിട്ടി, ട്രെയിനിങ് ആയിട്ട് 6 മാസം ട്രെയിനിങ്. അതിനുശേഷം ഞാൻ പെർമനൻ്റ് ആയി. അതായത് 1982
ജൂണിൽ വന്നു, ഡിസംബറിൽ ജോലി കിട്ടി. ഹാർഡ്ലി 6 months. ഏത് സെക്ഷനിലായിരുന്നു, എങ്ങനെയായിരുന്നു അത്? ഇലക്ട്രിക്കൽ സെക്ഷൻ. ഇലക്ട്രിക്കലിന്റെ ഡിസ്ട്രിബ്യൂഷൻ. സെയിം സെക്ഷൻ. BST മീൻസ് ബോംബെ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്. Right. ബോംബെ സിറ്റിയുടെ പവർ ഡിസ്ട്രിബ്യൂഷൻ. റൈറ്റ്. അത് സെമി ഗവൺമെന്റ് ആണ്. അന്ന് ഏത് ഡെസിഗ്നേഷനിലാണ് എടുക്കുന്ന ഒരു ട്രെയിനി, മാനേജ്മെന്റ് ട്രെയിനി അങ്ങനൊന്നുമില്ല? ട്രെയിനി ആയിരുന്നു, എനിക്ക് ഡിപ്ലോമ ഓർമ്മ മാത്രം. ഓക്കെ ഓക്കെ. എന്നിട്ട് അവരെന്തോ അന്ന് ചെയ്യിച്ചത് ജോലി ഓർമ്മയുണ്ട്? അന്ന് ബേസിക്കലി സബ്സ്റ്റേഷനിൽ ഉള്ള ട്രാൻസ്ഫോമർ, സ്വിച്ച് ഗിയർ, ഇതിന്റെയൊക്കെ ഇൻസ്പെക്ഷൻ. അതിന് നമ്മുടെ കൂടെ ഒരു ഹെൽപ്പർ തരും. നമ്മൾ നമ്മളോട് ഏരിയ അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലെ സബ്സ്റ്റേഷൻസ് ഇൻസ്പെക്ഷൻ ചെയ്യുക. അതിന്റെ ലോക്ക് ആണോ, ട്രാൻസ്ഫോമർ, സ്വിച്ച് ഗിയറിന്റെ ടെമ്പറേച്ചർ, ഓൾ പാരാമീറ്റേഴ്സ്. അപ്പം അവിടെ ഒരു കുറച്ചാൾ ഒരു 6 മാസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാൽ 83 ജൂണിൽ അവിടുന്ന് റിസൈൻ ചെയ്ത് വേറെ കമ്പനി ജോയിൻ ചെയ്തു. BSES, ബോംബെ സബർബൻ ഇലക്ട്രിക് സപ്ലൈ. അപ്പൊ പഴയടുത്തൊന്നും കൂടുതൽ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അതോ? ആദ്യത്തെ ഓഫീസ് മെട്രോ തിയേറ്ററിന്റെ അടുത്തായിരുന്നു, പാട്ടപ്പാടി. അത് കഴിഞ്ഞ് BSESന്റെ ഓഫീസ് സാന്താക്രൂസ്. അപ്പൊ ഞാൻ കൊളാബയിൽ നിന്ന് ഡെയിലി ട്രാവൽ ചെയ്യും ബൈ ട്രെയിൻ സാന്താക്രൂസ്. അന്ന് ഈ ഹിന്ദി മറാഠിയൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നായിരുന്നു എന്തെങ്കിലും? അന്ന് സ്കൂളിൽ ഹിന്ദി പഠിച്ചിരുന്നോണ്ട് അത്ര ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ആന്റി നോൺ കേരളൈറ്റ് ആയിരുന്നു, ഗോവാസ് ലേഡി ആയിരുന്നു. അതുകൊണ്ട് വീട്ടിലെ സ്പോക്കൺ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ ഒരു പിക്കപ്പ് കിട്ടി. വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഫ്ലുവൻസി വന്നു. പിന്നെ ഹിന്ദി സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. മറാഠി ഇല്ലായിരുന്നു. പിന്നെ ഓരോ പീരീഡ് ഓഫ് ടൈം മറാഠിയുടെ കുറച്ച് ആവുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ BSESൽ കിട്ടിക്കഴിഞ്ഞ് 83 BSESൽ കയറി. അത് BSES ആണ് റിട്ടയർ ആകുന്നത്. റിട്ടയർ ആകുന്നതിന് മുമ്പ് BSES റിലയൻസ് ടേക്ക് ഓവർ ചെയ്ത്, റിലയൻസ് എനർജി എന്ന പേരിൽ. അത് കഴിഞ്ഞ് 2017 അദാനി ടേക്ക് ഓവർ ചെയ്ത്, ഗൗതം അദാനി. അപ്പോഴല്ലേ ഈ സർവീസ് കണ്ടിന്യൂറ്റി BSE സ്റ്റാഫിനെല്ലാം റിട്ടേൺ ചെയ്തു. ഓൺലി മാനേജ്മെന്റ് മാത്രം ചേഞ്ച് ആയി, ടോപ്പ് മാനേജ്മെന്റ്. അങ്ങനെ 83 ജൂണിൽ BSES ജോയിൻ ചെയ്ത് കഴിഞ്ഞു. BSES ഒരു ഫോറിൻ കോഴ്സ് സ്പോൺസർ ചെയ്തിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ലണ്ടൻ. അതിൽ ഞങ്ങൾ കുറേ പേര് ജോയിൻ ചെയ്തു. അതിന്റെ ക്ലാസ്സസ് IIT ബോംബെയിലായിരുന്നു. അപ്പം ഡെയിലി ഞങ്ങൾ ഈവനിങ് ക്ലാസ്സിന് പോകുമായിരുന്നു. അതിന് ഫീസൊക്കെ എങ്ങനെയായിരുന്നു? അതിന് നല്ല ഫീസായിരുന്നു. അത് ഞങ്ങൾ പൗണ്ട്സിലായിരുന്നു അടച്ചോണ്ടിരുന്നത്. ബാങ്കിൽ പോയി, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്വന്തം ബ്രാഞ്ചിൽ പോയി പൗണ്ട്സിന്റെ ഇക്വലന്റ് ഇന്ത്യൻ റുപ്പീസ് അടയ്ക്കുക. ഫോറിൻ എക്സ്ചേഞ്ചിലാണോ? എന്നിട്ട് ഞങ്ങളുടെ ആൻസർ പേപ്പർ ലണ്ടനിൽ പോകുമായിരുന്നു വാല്യൂട്ട്. അങ്ങനെ അതില് ടോട്ടല് 12 സബ്ജക്ട് ഉണ്ടായിരുന്നു. Alright, good afternoon. I'm Shilpa Parkar. Thanks to Houston Voice for giving me this opportunity to speak about my experiences of just back and forth from Australia. I chose to go in 2010 for my higher studies, mainly PhD, and it was a good experience. Just to be experiencing a different culture and a different place, living on my own. I was with a friend, so it was good to have somebody with me in my days when I got adjusted to the place. It was in Tasmania, University of Tasmania in Hobart, a lovely place, but rigged basically with not many opportunities when it comes to economic or financial support. So it was a self-funded 4 years, a very difficult, perhaps, an experience, a holistic experience. So I lived there from 2010 to 2014. And for the first 2 years, I was researching, doing my PhD on the
the topic of my interest. I got some opportunities of tutoring, which helped definitely. There was a chance in 2012 when I started volunteering for the Red Cross Society. It was a bookshop, so it was not very far from what I worked or did or my hobbies. That was something that really made a difference in terms of how I interacted with the population or with people. It brought me closer to the community. I made friends, lot of them, most of them older women, but it was a very good experience. Gave me a kind of a different way to look at how things functioned on a different level. Those experiences really changed the way I was. Perhaps I have and always have been majorly an introvert, but it did sort of give me a little bit of an exposure on how just to talk mostly. This is, and also how welcoming, because at the time when I was in Australia, when I decided to go there, there were a lot of what you would say, news articles or incidences that were coming out which spoke of racism against Indians. And I was very thankful that none of that was something I experienced. I was really close friends with so many of the people there. They really opened up their homes, hearts, everything to literally two strangers. I'm still in touch with many of them. So it was a very hard decision then to come back. But obviously, choices in terms of unemployment or not opportunities for employment. Everybody who moves out of India always thinks that you are not going to come back, and the opportunities are, it's the land of the dreams and you're just going to be there forever. It doesn't always work out that way. So I cut my losses, and it was a best decision to just come back, recoup, and be where opportunities were plenty. So after 4 long years, collecting a lot of experience, collecting a lot of different ways of navigating your own, on your own, running basically a household, managing, budgeting, doing everything on your own, really gave me independence that perhaps I needed, and sort of set me up on how to go about or navigate the life that I'm currently living. It's been 10 years now, almost. Today is 7th of October? No, 5th of October. Oh, in 5 days it will be like 14 years. No, yeah, 14 years since I'm back. Since I went to Australia, and for 10 years since I'm back. So yeah, it's an anniversary, a decade after I'm back. I still remember the place with fondness. I would definitely go back there for visits or whatever opportunity comes by. But yeah, these two sort of experiences gave me a more wider scope of understanding how to navigate things, be a little more independent, be a little more true to myself, basic, I guess. And yeah, those it really just had given me a lot of brought me out of the cocoon that I may have been living in previously. Thank you. Very good. നല്ലത് ഞാൻ എടുത്തോളാം. 12 people were there. 1 minute, just tell. The recording starts. Okay. When recording starts, there is a timer runs. Okay. Okay. Say something. My name is yeah. My name is. After leaving it, it stops. दिए जलते हैं, फूल खिलते हैं, बड़ी मुश्किल से, मगर दुनिया में दोस्त
मिलते हैं, दिए जलते हैं. बस बाबा. No, you know. अच्छा. Good. Yeah. अच्छा, then this line has to come. Yeah. So again the team was there, तो उनको बोलता था कि भाई उधर जाओ, you stay there and complete the job, wait for 1 day. Till that time I used to take care. होलिया में उड़ेला गुलाब, गुलाबी रंग केसरिया, अरे होलिया में उड़ेला गुलाब, गुलाबी रंग केसरिया. होलिया में उड़ेला गुलाब, गुलाबी रंग केसरिया, गुलाबी रंग केसरिया, गुलाबी रंग केसरिया. अरे होलिया में उड़ेला गुलाल, गुलाब रंग केसरिया. गुलाल उड़ के विंध्याचल पहुँचे, गुलाब उड़ के विंध्याचल पहुँचे, विंध्यवासिनी हो गई लालो लाल, गुलाबी रंग केसरिया. गुलाबी रंग केसरिया, गुलाबी रंग केसरिया. अरे होलिया में उड़ेला गुलाब, गुलाब रंग केसरिया. गुलाब उड़ के जम्मू पहुँचे, गुलाब उड़ के जम्मू पहुँचे, वैष्णो माता हो गई लालो लाल, गुलाबी रंग केसरिया. अरे होलिया में उड़ेला गुलाब, गुलाबी रंग केसरिया. केसरिया केसरिया, अरे होलिया में उड़ेला गुलाल, गुलाबी रंग केसरिया. गुलाल उड़ के मैहर पहुँचा, गुलाल उड़ के मैहर पहुँचा, शारदा माई हो गई लालो लाल, गुलाबी रंग केसरिया. केसरिया केसरिया, होलिया में उड़ेला गुलाल, गुलाबी रंग केसरिया. गुलाल उड़ के महाराष्ट्र पहुँचा, गुलाल उड़ के मुंबई पहुँचा, बम्बा देवी हो गई लालो लाल, गुलाबी रंग केसरिया. केसरिया केसरिया, अरे होलिया में उड़ेला गुलाल, गुलाबी रंग केसरिया. जय माता जी. Thank you जी. बेटी नाच रही में थे ना, और ये आने के मुझे नहीं थे, उतना तो पता नहीं, ये सब बहुत ये है. अभी देखो, अभी नी का प्रॉब्लम धीरे धीरे ये सब दर्द होने लगता है. अभी ज्यादा होने से पहले आप लेके जाना, तो कहीं नहीं लेके बोला हूँ, इसलिए बोला हूँ ना, रिटायर होने के बाद 6 महीने में उधर ही लेके जाना. कहीं भी नहीं लेके, कोई मंदिर नहीं लेके, काम इतना रहता था, तो प्रेशर इतना है, तो मेरे ऊपर कहाँ ध्यान दे सकते, तो बिल्कुल नहीं. एंड्रॉइड है. अच्छा, एंड्रॉइड फोन. एंड्रॉइड का कैमरा अच्छा है, उनका जो ये स्पिन वगैरह है ना, अच्छा, उनका ये अच्छा रहता है. मेरे को आईफोन अच्छा नहीं लगता. नहीं, ये अभी आईफोन वगैरह सब ये कंपनी का दिया हुआ, हम लोग का नहीं है. दिस इज कंपनी, ये सब ये बाद में कंपनी के रिटर्न करना पड़ेगा. दिए जलते हैं, फूल खिलते हैं, बड़ी मुश्किल से मगर दुनिया में दोस्त मिलते हैं. दिए जलते हैं, जब जब वक्त किसी का यार जुदा होता है, सच पूछो तो सारी दुनिया नाराज हो जाती. उम्र भर दिन सारे तीर चलते हैं, हाँ, दिए जलते हैं, फूल खिलते हैं, बड़ी मुश्किल से मगर दुनिया में दोस्त मिलते हैं.
बड़ी मुश्किल से मगर दुनिया में दोस्त मिलते हैं, दिए जलते हैं जब जब वक्त किसी का यार जुदा होता है। सच पूछो तो सारी दुनिया नाराज हो जाती, उम्र भर जिन सारे तीर चलते हैं, हाँ 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 दिए जलते हैं, फूल खिलते हैं बड़ी मुश्किल से मगर दुनिया में दोस्त मिलते हैं। नाइस मीटिंग यू शनि, थैंक यू, बी इन टच। नहीं, कहीं नहीं लिखी मैं। ये उधर गए थे ना अपन को तो भीम बैठ का क्या जस्ट बी लाइक दैट, वो टाइमर पे स्माइल। और टाइमर आया, एक सेकंड रुको। हाँ സ്മൈൽ കയറാൻ പോവാം. ഇപ്പം വാശിയൊന്നുമില്ല മോനെ, ഇപ്പം സ്വസ്ഥ ജീവിതമാണ്. എപ്പോഴാ റിട്ടയർ കഴിഞ്ഞ പിന്നെ ഷൈനി നീ ആ പാട്ട് പാടിക്കാം ഷൈനി. ഞാൻ ആ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആണോ?